അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അതിരൂക്ഷമായിട്ടുള്ള വിഷയത്തിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ്. ഇത് തുടർന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഒരു സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാവും. നമ്മുടെ നാട് എന്നുള്ളത് ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശങ്ങൾ അത് അനുവദനീയമാണത്. അതിനുവേണ്ടി പോരാടുന്നവരെ അടിച്ചമർത്തുക, ലാത്തി ചാർജ് ഉപയോഗിക്കുക, ഇതെന്താ അത് വെള്ളരിക്കപ്പെടണോ? ന്യായത്തിന് വേണ്ടി പോരാടുന്ന, നീതിക്ക് വേണ്ടി പോരാടുന്ന ഓരോരോ വിദ്യാർത്ഥികൾക്കും എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ്. ഡൽഹി തെരുവോരങ്ങളിൽ നിന്ന് ഉയരുന്ന വിദ്യാർത്ഥികളുടെ ആ ഒരു ശബ്ദം അത് കേവലം ഒരു നിസ്സാരമായിട്ടുള്ള ശബ്ദമല്ല. ജീവിക്കാനുള്ള അവകാശം, ന്യായത്തിൻ്റെ പോരാട്ടം. ആ പോരാട്ടത്തിൽ ഇനിയിപ്പോൾ പട്ടാളത്തെ ഇറക്കിയാൽ എന്താവില്ല, ആ ന്യായത്തിൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ ആ പ്രതികരണത്തിൻ്റെ തീയണയ്ക്കാൻ എന്താവില്ല, ഒരിക്കലും സാധ്യമല്ല. അത്രയ്ക്കും പവറുണ്ട് അതിന്. ഓരോരോ വിദ്യാർത്ഥികളുടെയും അവർക്ക് ജീവിക്കാനുള്ള അവകാശം, അവരുടെ സുരക്ഷ, ഇത് ചോദിക്കുന്നത് തെറ്റാണ്. ഇത് ജനാധിപത്യ രാജ്യമാണിത്. അതുകൊണ്ട് ഈ അനീതിക്ക് നീതി പുലരുക തന്നെ വേണം. അതിനെ അടിച്ചമർത്തലാണ് ഉദ്ദേശമെങ്കിൽ സ്റ്റുഡൻ്റ് എന്താണ് എന്നുള്ളത് ഇന്ത്യ അറിയും. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ, അവരുടെ നീതി, അവരുടെ ന്യായം അത് പുലരാതെ, അത് അനുവദിച്ചു കൊടുക്കാതെ ഇതിൽ ആക്രമണങ്ങളും അനീതിയും അഴിച്ചുവിട്ട് അവരെ അടിച്ചമർത്തലാണ് ഉദ്ദേശമെങ്കിൽ മിക്കവാറും നമ്മുടെ നരേന്ദ്രമോദിയുടെ കസേര തെറിക്കുന്ന സാഹചര്യത്തിലേക്ക് വരെന്താവും ഈ വിഷയങ്ങളെത്തും. വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് അവർക്കുള്ള ന്യായവും നീതിയും നടപ്പിലാകാൻ നമ്മുടെ ഗവൺമെൻറ് സന്നദ്ധരാവട്ടെ എന്ന് ആശംസിക്കുന്നു.